കണ്ണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയാകും. തലശ്ശേരി നഗരസഭയിലെ 16-ാം വാർഡിലാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുക. ഫസൽ വധക്കേസിൽ കാരായി ചന്ദ്രശേഖരനെ പ്രതി ചേർത്തിരുന്നു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, 2015-ൽ നഗരസഭാ ചെയർമാനായിരുന്നു കാരായി ചന്ദ്രശേഖരൻ. ഇപ്പോൾ വീണ്ടും മത്സരിക്കാനെത്തുകയാണ്. അതെ അനീഷ, ഇത് 2006 ഒക്ടോബർ 22-ന് പുലർച്ചെ തലശ്ശേരി സൈദാർ പള്ളിക്ക് സമീപത്ത് വെച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മുഹമ്മദ് ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കാരായി ചന്ദ്രശേഖരനെ കേസിലെ 8-ാം പ്രതിയാക്കിയത്. CBI ആണ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2015-ൽ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് കാരായി ചന്ദ്രശേഖരനെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് 2015-ൽ കാരായി ചന്ദ്രശേഖരന് തലശ്ശേരി നഗരസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 50 വർഷത്തിന് ശേഷം 2021-ലാണ് ചന്ദ്രശേഖരനെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനായത്. അത് കഴിഞ്ഞ് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ കാരായിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് CPM തെരഞ്ഞെടുക്കുന്നത്. തലശ്ശേരി നഗരസഭയിലെ 16-ാം ഡിവിഷനിലാണ് ചന്ദ്രശേഖരനെ ഇത്തവണ CPM സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.